ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സബ്മിറ്റാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ അവരുടെ ആശയങ്ങൾ, നമ്മുടെ രാജ്യത്തിലെ പ്രമുഖരായ ആളുകൾ അവരുടെ ആശയങ്ങളൊക്കെ പങ്കുവെക്കുന്നു. ഇതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ വന്നിട്ട് തുണി ഉരിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്താനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഒടുവിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് BJP-ക്കാർ ചേർന്നിട്ട്, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാൻ വന്നവർ ചേർന്നിട്ട് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ ഓടിച്ചിട്ടടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ശരിക്കും രാഹുൽ ഗാന്ധിക്ക് യൂത്ത് കോൺഗ്രസിനൊക്കെ എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. രാഹുൽ പണ്ട് ഒരു കഥയുണ്ട് സാറേ. ഒരു പയ്യൻ റോഡിൽ നിന്ന് പെടുക്കുക, കൊച്ചു പയ്യനാണ്. അപ്പോൾ നാട്ടുകാരെല്ലാം കൂടി ഇത് ഇവനെ നന്നാക്കണമല്ലോ, ആര് പറഞ്ഞാലും കൊണ്ട് റോഡിൽ നിന്ന് വരച്ചായിട്ട് എല്ലാവരും കാണപ്പെടുക. അപ്പോൾ നാട്ടുകാരെല്ലാം കൂടി ഈ പയ്യനെ പിടിച്ചു കൂട്ടി എല്ലാവരും കൂടെ വീട്ടിൽ കൊണ്ടുപോയി തന്തയും തള്ളയും എടുത്ത് പറയണോ, അവിടെ ചെന്നപ്പോൾ തന്ത പെരപ്പുറത്ത് നിന്ന് പെടുക്കുന്നു എന്ന് പറഞ്ഞോ. ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ നേതാവ് ഈ തുണി ഉഴിയൽ സംസ്കാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു സമരം സ്വന്തം പെങ്ങളെ ഉപയോഗിച്ച് പാർലമെന്റിൽ ആസൂത്രണം ചെയ്തു. മോദി വരുമ്പോൾ അടിക്കണം, മോദി വരുമ്പോൾ അടിച്ചതിന് ശേഷം ബ്ലൗസ് വലിച്ചു കീറണം. ഇത് വളരെ വിദഗ്ധമായിട്ട് രഹസ്യമായിട്ട് കിട്ടിയത് കൊണ്ടാണ് മോദിയെ ലോക്സഭയിൽ അല്ലെങ്കിൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് രാജ്യസഭയിൽ സംസാരിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പം എത്രമാത്രം ഒരു പാർട്ടിയുടെ നേതാവും അല്ലെങ്കിൽ പ്രതിപക്ഷവും ഒക്കെ അധപ്പതിക്കാമോ? അങ്ങനത്തെ ഒരു വിഷയം വന്നാൽ അതൊരു വലിയ ചർച്ചയായി. എന്നാലെങ്കിലും മോദി കയറി പിടിച്ചു, അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിച്ചു, മോദി മോശക്കാരനാണ്, ഈ രീതിയിലേക്കുള്ള സംരംഭം. അപ്പൊ നോക്കിയപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ നോക്കിയപ്പോൾ നമ്മുടെ നേതാവ് ഇത് ചെയ്യുന്നു, നമുക്കും എന്തെങ്കിലും ചെയ്യണ്ടേ, ജനങ്ങളുടെ മുമ്പിൽ ശ്രദ്ധ ഉണ്ടാക്കണ്ടേ, സമരത്തിന് ലോകം മൊത്തവും വ്യാപകമാകത്തക്ക രീതിയിലുള്ള പ്രശസ്തി കിട്ടണ്ടേ, ഈ സമരത്തിന് അന്താരാഷ്ട്ര മാനത്തിൽ ഇതായില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ അപ്പുറം ലോകം മൊത്തമുള്ള മാധ്യമങ്ങൾ ഈ സമരത്തെ പറ്റി ചർച്ച ചെയ്യുകയും വാർത്ത കൊടുക്കുകയും ചെയ്തു. കാരണം എന്താ, സമ്മിറ്റ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, പ്രമുഖമായിട്ട് എല്ലാ രാജ്യങ്ങളും മാത്രമല്ല ലോകത്തിലെ നമ്മളാരും കണക്കാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കോടീശ്വരന്മാർ, വ്യവസായികൾ വന്നിരുന്ന് ഉള്ള ഒരു സമ്മേളനം. അതായത് ജപ്പാനെയും ഒരുപക്ഷെ അമേരിക്കയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സബ്മിറ്റ് ഇന്ത്യയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചർച്ചയായതാണ്. ഈ സബ്മിറ്റിനകത്ത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, യാതൊരു കാരണവശാലും ഇന്ത്യയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിക്കാരും, കാരണം നമ്മുടെ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള വിഷയം ഇതുപോലെ, ഈ വിഷയം അല്ലെങ്കിൽ പാർട്ടിക്കകത്തുള്ള വിഷയം ഇതുപോലെ ലോകത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ യശസ് വർദ്ധിപ്പിക്കേണ്ടതിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിമാനം വർദ്ധിപ്പിക്കേണ്ടവരുടെ സബിൻ്റെ അകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കിയല്ലോ നടത്തുന്നത്. ഇത് അവർ തുണി ഉരിഞ്ഞ് മോദിയും എന്തോ പ്രശ്നം എന്താണെന്നറിയാം, ഈ മോദിയും അല്ലെങ്കിൽ ഈ പറയുന്ന ട്രംപുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്തി അല്ലെങ്കിൽ കരാറിനകത്ത് കുഴപ്പമുണ്ടാക്കി ആ പ്രശ്നം ചർച്ച ചെയ്യണം, പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യവും ഒക്കെ ബെന്നിനും ഒക്കെ പിടിച്ചോണ്ട് ബെന്നിനും ഒക്കെ ഊരി നിക്കറും ഒക്കെ ഊരി അവൻ അകത്ത് ചെയ്യുന്നു. എന്തുപോലെ അകത്ത് കയറി കഴിഞ്ഞപ്പം സെക്യൂരിറ്റി ജീവനക്കാർ പിടിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ ഇത് വേണ്ട സെക്യൂരിറ്റി വേണ്ടിടത്ത് സെക്യൂരിറ്റി പാളിച്ചാന്നും പറയുന്നുണ്ട്. ഏതായാലും വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ ഇവന്മാരെ സെക്യൂരിറ്റി ജീവനക്കാരും പോലീസും എല്ലാം കൂടെ പിടിച്ച് ബെന്നിന് മാത്രമേ ഉമാർ ഊരിയുള്ളായിരുന്നു. വെളിയിൽ വന്നപ്പോഴത്തേന് ബെന്നിനും നിക്കറും പാൻറ്റും എല്ലാം ഊരി ഏതാണ്ട് ഒരു പരുവാക്കി വിട്ടിട്ടുണ്ട്. ഏതായാലും നമ്മൾ തമാശ രൂപേണ പറഞ്ഞെങ്കിലും ഈ രീതിയിലേക്ക് ഒരു രാജ്യത്തിനകത്ത് ഏത് പാർട്ടി ആയാലും അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് BJP-ക്കെതിരെ സമരം ചെയ്യാം, പ്രധാനമന്ത്രിക്കെതിരെ പറയണം, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പറയണം, കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ പറയണം, അഴിമതി ഉണ്ടെങ്കിൽ പറയണം, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയണം, അതിനാ പ്രതിപക്ഷം. പക്ഷേ ഈ രീതിയിലൊക്കെയുള്ള സമരം, കാരണം ഇന്ത്യയുടെ യശസ് ഉയർത്താൻ ശ്രമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ നിലപാടാണ് എടുക്കേണ്ടത്. അതിനകത്ത് കുറ്റം പറയുന്ന ഒരവസ്ഥ നമ്മളുടെ രാജ്യത്തിനകത്ത് ഉണ്ടാകാൻ പാടില്ല. കാരണം നേരത്തെ തന്നെ ഇത് സംഭവിച്ചത് സിന്ധുവിൻ്റെ വിഷയത്തിൽ ലോകം മൊത്തവും ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നു. ഇന്ത്യ ചെയ്തത് ലോകത്തെ അമ്പരിപ്പിച്ചു, ലോകം മൊത്തം ചർച്ചയാക്കി. ലോക മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ നമ്മളെ ആദ്യമേ ഈ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് തെളിവ് കൊടുത്തപ്പോൾ ആ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുടെ മാധ്യമങ്ങൾ പോലും അത് തിരിച്ചെഴുതേണ്ടി വരും. കാരണം തെളിവായില്ലേ. ആ സമയത്തും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ചെയ്തത് എന്താ? വേറെ ആർക്കും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ OIC പോലെ എല്ലാവരും വിചാരിക്കും OIC ആയിട്ട് വലിയ കുഴപ്പക്കാരനാണ്, അല്ലെങ്കിൽ OIC പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്ന ആളാണ്, OICയുടെ ഭീകരവാദം ഉണ്ടാക്കാൻ നിൽക്കുന്ന ആളാന്നൊക്കെ നമ്മൾ പറഞ്ഞു. OIC വരെ എന്താ പറഞ്ഞത്? ഇന്ത്യ കയറി വിഷയം ഉണ്ടാക്കിയ ഏത് മുസ്ലിം ആയാലും, സൗദി അറേബ്യ എന്നുള്ള മുസ്ലിം ആയാലും ഇന്ത്യക്കകത്ത് കയറി വിഷയം ഉണ്ടാക്കിയാൽ അവനെ അവിടെ പോയി വെടിവെച്ച് കൊള്ളണമെന്നാണ് പറഞ്ഞു ആ സമയത്ത്. അപ്പം ആ പ്രതിപക്ഷ നേതാവിൻ്റെ അണികൾ മുണ്ടുരിഞ്ഞ് കാണിക്കും.
അല്ലെങ്കിൽ ആ രീതിയിൽ സമരം ചെയ്യും. കാരണം അയാളുടെ കൂടെ അല്ലേ നിൽക്കേണ്ടത്, അയാളുടെ ഭാഗമായിട്ടല്ലേ നിൽക്കേണ്ടത്. എന്നാലും അതിനകത്ത് വളരെ മോശമായി പോയി, വളരെ മ്ലേച്ഛമായി പോയി. ഇത്തരത്തിൽ ഉള്ള രീതികളെ യാതൊരു രീതിയിലും പ്രോത്സാഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ഈ സമരം ചെയ്തവരെ, അത് രാഷ്ട്രീയ സമരമായിട്ട് കാണുന്നത്, രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ എ സമ്മിറ്റ് പോലെയുള്ള ഇത്രയും രാജ്യാന്തര പ്രശസ്തിയുള്ള ഒരു വലിയ മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിംഗിൻ്റെ ഇടയിലേക്ക് ഒരു രാജ്യത്തെ അപമാനിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് കോൺഗ്രസ്സുകാർക്ക് പ്രവർത്തിക്കാൻ പറ്റുക? എല്ലായ്പ്പോഴും അങ്ങനെയാണ്. ലോകവേദിയിലൊക്കെ തന്നെ പ്രസംഗിക്കാൻ പോകുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യ ഇടിച്ചു താഴ്ത്തി സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. വിവിധ കലാലയങ്ങൾ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് പോകുമ്പോൾ തന്നെയും ഇത്തരത്തിലുള്ള നിലപാട് ചൊല്ലുന്നു. ഇത് ഇന്ത്യയിൽ തന്നെ നടക്കുന്നു, അവിടേക്ക് വന്നിട്ട് വസ്ത്രം ഊരി കളഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാജ്യത്തെ പ്രതിനിധികളുടെ മുമ്പിൽ സ്വന്തം രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയാണ് കാണിക്കുന്നുള്ളൊരു ഇമേജ് ഇല്ലേ? കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് തന്നെയല്ലേ അപമാനം ഉണ്ടാവുക? അല്ല, ഇപ്പോൾ AI സമ്മിറ്റിലെ എന്തിനാണ് പ്രതിഷേധിച്ചത്? കാരണം വല്ലതും പറഞ്ഞു? അവർ നമ്മുടെ വ്യാപാര കരാറിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് അതെ, അതിന് AI സമ്മിറ്റുമായിട്ട് അതിനെ കൂട്ടിയിണക്കുന്നതിൽ കഥയില്ല. ശരിക്കും പറഞ്ഞു, വ്യാപാര കരാറിനെതിരെ പ്രതിഷേധിക്കണം. കാരണം വ്യാപാര കരാറിൽ നമുക്ക് ദോഷകരമായ ചില കരാറുകളുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ നമ്മളതിനെ എതിർക്കുന്നു. പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു സമ്മിറ്റാണ്, ഉച്ചകോടിയാണ്. ലോകത്തുള്ള എല്ലാ പ്രമുഖരും അതിനകത്ത് വരുന്നു, അമേരിക്കക്കാരുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം അതിന് മുന്നിൽ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ സാധ്യത ഒരു ഉയർത്തിയത്. സാധാരണ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത്തരം അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രതിഷേധിക്കാൻ പോകുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ വ്യാപാര കരാറിന് എതിരെയുള്ള പ്രതിഷേധം അതിൻ്റെ മുന്നിൽ നടത്തിയത് മോശമായ കാര്യമായി അവസാനം അത് പരിണമിച്ചാൽ അങ്ങനെയാണല്ലോ. കാരണം മൊത്തം യൂത്ത് കോൺഗ്രസ്സുകാരുടെ തുണിയൊക്കെ ഉരിഞ്ഞ് അവരൊക്കെ ഓടിപ്പോകുന്ന സ്ഥിതിയിലേക്ക് എത്തി. സമരം നടത്തുന്ന സമയത്ത് തന്നെ ഇപ്പോൾ സമരത്തിലൊക്കെ നമ്മളൊക്കെ പല സമരങ്ങളിലൊക്കെ പോകും. ആ സമരത്തിന് ഒരു നീതിപൂർവമായിട്ടുള്ള കാരണമുണ്ടാവുകയും ഇത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യലാണ് സമരത്തിൻ്റെ ലക്ഷ്യം. സമരം അതാണ്, ഞങ്ങൾ പറയുന്ന കാര്യം നീതിപൂർവമായിട്ടുള്ള കാര്യമാണ്, അത് മറ്റുള്ളവർ ശ്രദ്ധിക്കണം എന്ന് കരുതിയിട്ടാണ് ഏതെങ്കിലും ഒരു പ്രത്യേക പെർസെൻറ്റേജ് മുമ്പിലേക്ക് സമരം ചെയ്യാൻ നമ്മൾ എത്തിച്ചേരുന്നത്. ഇവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ അത് മോശമായി പരിലസിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒരു ലോകത്തെ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായി ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്സ്ഫോർഡ് സർവകലാശാല കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയതെന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള തൊഴിലിൻ്റെ ബഹുഭൂരിഭാഗവും ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവ്. പക്ഷേ അത് പുതിയ ഒരുപാട് തൊഴിൽ നിർമ്മിക്കും എന്നും അവർ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് വരുന്നൊരു ഗ്യാപ്പിൽ വലിയ തരത്തിൽ പ്രതിസന്ധി സമൂഹങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പം അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന രീതിയിൽ അത്തരം വിഷയങ്ങൾ കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒന്നായിരുന്നു ഈ AI സമ്മിറ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വിഷം കെട്ട് പരിപാടിയായി മാറി നമ്മുടെ ഈ സമരത്തിന് ഇറങ്ങുന്നവർ മിക്കവാറും ഉള്ളവർ ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് സമരത്തിനിറങ്ങുമ്പോൾ സമരത്തിന്റെ വാർത്താ പ്രാധാന്യം മാത്രം നോക്കുക. ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് സമരം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ അന്താരാഷ്ട്ര മാനം കിട്ടിയത് ലോകം മൊത്തമായില്ലേ. ലോകം മൊത്തമായെന്ന് പറഞ്ഞാൽ ഇവർ സമരം ചെയ്യുന്ന ലോകം മൊത്തം ആവുന്നതിനോടൊപ്പം ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കുന്നതിന് കാരണമായി. കാരണം ഇതുപോലെ വലിയൊരു സബ്മിറ്റിന് സെക്യൂരിറ്റി പോലും വേണ്ട വിധത്തിൽ കൊടുക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണോ ഇന്ത്യ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതായത് നമ്മൾ ലോകത്തിന് മുമ്പിൽ ഇതും കൊണ്ടൊന്നും ഒരിക്കലും ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തെ വളർത്തി വികസിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതായി തീരില്ല. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം എനിക്ക് തോന്നുന്നു.